വരുന്ന വിവരം അനുസരിച്ച് അവിടെ രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. മുണ്ടക്കയിൽ നിന്ന് ഇപ്പോൾ 100 പേരെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രക്ഷപ്പെട്ട ആളുകളൊക്കെ തന്നെ ചൂരൽമലയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ മൂടൽമഞ്ഞാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. കാര്യം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ദൃശ്യത്തിൻ്റെ അങ്ങേക്കരയ്ക്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങേക്കരയിൽ എത്താനായി കാത്തു നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ കാണാൻ കഴിയാത്തത് ഈ മൂടൽമഞ്ഞാണ്. മൂടൽമഞ്ഞ് ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ മരണം 90 ഈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 90 ഉയർന്നുവെന്ന ദുസ്സഹമായ വാർത്ത നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇതിൽ 35 പേരെ തിരിച്ചറിഞ്ഞു എന്ന വാർത്തയും വരികയാണ്. കുറച്ചധികം ആളുകളെ കാണാനില്ല എന്ന വാർത്ത കൂടി വരുന്നു. ഈ ബന്ധുക്കളെയും ഇഷ്ടപ്പെട്ടവരെയും തെരഞ്ഞ് ഒരുപാട് ബന്ധുക്കൾ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ട്. അതേപോലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും നിരന്തരം നമുക്ക് ഫോൺ കോളുകൾ ലഭിക്കുന്നുണ്ട്. ശ്രീകാന്ത് മുണ്ടക്കയിൽ ടെറിട്ടോറിയൽ ആർമി രക്ഷാദൗത്യം ഊർജ്ജസ്വലമായി നടത്തുന്ന പശ്ചാത്തലത്തിൽ നമുക്കിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ടുമായി ചേരുന്നു. ശ്രീകാന്ത്, മുണ്ടക്കയിൽ നിന്ന് ശ്രീകാന്ത് ടെലിഫോൺ ലൈനിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ തന്നെ നേരിയ തകരാറിലായിട്ടുണ്ട്. ഈ പ്രദേശത്ത് സിഗ്നലുകൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ടെലിഫോൺ ലൈനിൽ ശ്രീകാന്ത് ചേരുന്നു. പറയൂ ശ്രീകാന്ത്. നിലവിലിപ്പോൾ 90 മരണമായി എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന കണക്ക്. മേപ്പാടി CH-ൽ 50, വൈത്തിരി ആശുപത്രിയിൽ 1, വിംസിൽ 8, അങ്ങനെ മുഴുവൻ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ മരണസംഖ്യ 90 എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരം. ചങ്ക് പിളർക്കുന്ന വാർത്തയാണ്, കരൾ പിളർത്തുന്ന വാർത്തയാണ്. കാരണം മുൻപെങ്ങും തന്നെ കേരളം, മലയാളി ഇത്തരമൊരു ദുരന്തം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകില്ല. ഇതിനു മുൻപ് പെട്ടിമുടിയൊക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ തന്നെ ഇത്രയധികം മരണം ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴും മുണ്ടക്കയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ സൈന്യം. അവിടെ നിന്നുള്ള വിവരങ്ങൾ എത്തുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഈ ദുരന്ത വാർത്ത, ഇത്രയധികം മരണസംഖ്യ ഉയരുന്ന വാർത്ത പുറത്തു വരുന്നത്. ആശങ്കപ്പെടുത്തുന്നതാണ് കെൻ. അതേസമയം മുണ്ടക്കയിൽ രക്ഷാദൗത്യം തുടങ്ങി എന്നൊരു ആശ്വാസകരമായ വാർത്ത കൂടി ഇതിനൊപ്പം പുറത്തു വരുന്നുണ്ട്. അവിടെ നിന്നും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഈ ചൂരൽമലയിലെ അക്കരക്കരയിലേക്ക് അവരെ ഈ പിക്കപ്പ് വാഹനത്തിൽ കൊണ്ടുവരികയാണ്. അവിടെ ഇറക്കിയതിനു ശേഷം NDRFന്റെ കയർ മുഖേന അവരെ കൊരുത്ത് ഇക്കരക്കരയിലേക്ക്, ചൂരൽമലയിലേക്ക് എത്തിക്കുന്ന സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. 122ാം ബറ്റാലിയൻ ആണ് നിലവിലിപ്പോൾ 100 പേരെ ആ ഭാഗത്തുനിന്നും കണ്ടെത്തിയതായി വിവരം വന്നിട്ടുള്ളത്. ചൂരൽമലയിൽ ആണ് ഇവരെ ഈ രക്ഷപ്പെട്ടവരെ കൊണ്ടുവന്നത്. നദിക്കരയിലൂടെ ആദ്യ ബാച്ച് സേന ഈ മുണ്ടക്കയിലെത്തി അവിടെ നിന്നും ആളുകളെ, അതായത് ഒറ്റപ്പെട്ടു പോയ ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയവർ, ഒരുപക്ഷെ കോൺക്രീറ്റിനടിയിലൊക്കെ കുടുങ്ങിപ്പോയ ഒട്ടനവധി ആളുകൾ ആ ഭാഗത്തുണ്ടാകും. അവരെയൊക്കെ തന്നെ ഇനി കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ പണിയാണ്. കനത്ത മൂടൽമഞ്ഞ് ആണ്. ഇപ്പോൾ ഒരു വിവരം കൂടി വരുന്നു ശ്രീകാന്ത്. ഏറ്റവും വേദനയോടെ നമ്മൾ ആ കാര്യം പ്രേക്ഷകരെ അറിയിക്കുന്നു. മരണം ഇപ്പോൾ 91 ഉയർന്നു എന്ന വാർത്ത ഇപ്പോൾ മേപ്പാടിയിൽ നിന്ന് വരുന്നു. മേപ്പാടി CH-ൽ ഇപ്പോൾ 50 മൃതദേഹങ്ങളുണ്ട്. അതുപോലെ വൈത്തിരി ആശുപത്രിയിൽ 1, മേപ്പാടി വിംസിൽ 8, ബത്തേരി ആശുപത്രിയിൽ 1 ഇപ്പോൾ ഉള്ളത്. മരണം 91 ഉയർന്നു എന്ന വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരെ ഇപ്പോൾ അറിയിക്കാനുള്ളത്. ഏറ്റവും ആപൽക്കരമായ ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ നിലനിൽക്കുകയാണ്. ഈ പ്രദേശത്ത് രക്ഷാദൗത്യം നടത്തുന്ന ആളുകൾക്ക് വലിയ വെല്ലുവിളിയാണ്. വടം ഉപയോഗിച്ചുള്ള രക്ഷാദൗത്യത്തിൽ കൂടുതൽ ആളുകളെ എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് ബോട്ട് കൂടി ഇറക്കുന്ന കാര്യം ടെറിട്ടോറിയൽ ആർമി ആലോചിക്കുന്നു എന്ന കാര്യം വരുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ സേനയുടെ ഏകോപന ചുമതല ADGP MR അജിത് കുമാറിനായിരിക്കും. അദ്ദേഹം കണ്ണൂരിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം വയനാട്ടിലേക്ക് നീങ്ങുന്നുവെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന് ദീപക് തർമ്മണം അറിയിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനും മൃതദേഹ നീക്കത്തിനും പോലീസ് പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും MR അജിത് കുമാർ വ്യക്തമാക്കി. രക്ഷാദൗത്യത്തെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയാണ് മൂടൽമഞ്ഞ്. അക്കരെ നിൽക്കുന്ന ആളുകളെ ഇക്കരെ നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയാത്ത സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. ശ്രീകാന്ത് വീണ്ടും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരത്തെ വളരെ വേഗത്തിൽ നടന്നിരുന്ന നീക്കമാണ്. അതായത് അക്കരക്കരയിലേക്ക് ആളുകളെ ഈ പിക്കപ്പ് വാനിൽ കൊണ്ടുവരിക, പിക്കപ്പ് വാഹനത്തിൽ കൊണ്ടുവരിക, തുടർന്ന് ചൂരൽമലയിലേക്ക് അവരെ രക്ഷപ്പെടുത്തി എത്തിക്കുക, അതായിരുന്നു നടന്നത്. NDRFന്റെ നേതൃത്വത്തിലാണ് ഈ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം അവരൊരു വനം അക്കരക്കരയിലുള്ള ആൽമരത്തിൽ ബന്ധിച്ച് ചൂരൽമലയിൽ ആ തെരുവോരത്ത് വെച്ചിരുന്ന ഒരു 2 JCB-കളുണ്ട്. അതിന്റെ കൈകളിൽ കെട്ടിയിട്ടാണ് ആളുകളെ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ തമ്മിൽ കാണാൻ സാധിക്കാത്ത, പരസ്പരം സംസാരിച്ചാൽ കേൾക്കാത്ത, അക്കരയിൽ ആരാണ് എന്ന് തിരിച്ചറിയാത്ത തരത്തിൽ, അവിടെ എന്ത് നടക്കുന്നു എന്ന് പോലും കാണാത്ത തരത്തിലാണ് ഇപ്പോൾ മൂടൽമഞ്ഞ് മൂടുന്നത്. ഇവിടെ കുറെ അധികം ആളുകൾ പറയുന്ന കാര്യം, ഈ മൂടൽമഞ്ഞ് ഇങ്ങനെ വരുന്നതും അതോടൊപ്പം തന്നെ ഇരുട്ട് മൂടി വരുന്നതും അപകടകരമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഒരു
ഈ പ്രദേശവാസി തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇനിയും ഉരുൾപൊട്ടലിനുള്ള സാധ്യത തള്ളിക്കളയേണ്ടതില്ല എന്നുള്ളതാണ്. ഏത് നിമിഷവും വേണമെങ്കിൽ മലവെള്ളം കുത്തിയൊലിച്ചെത്താം. ഈ പ്രദേശത്ത് നിൽക്കുന്നവരുടെ രക്ഷാപ്രവർത്തകരുടെ ഒക്കെ തന്നെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്, കാര്യങ്ങളുടെ കിടപ്പ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കുറേയധികം ആളുകളെ ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നൊക്കെ കൊണ്ടുവന്നിരുന്നു. ആ ആളുകളൊക്കെ തന്നെ എങ്ങനെയും ഇപ്പുറത്ത് സുരക്ഷിതമായ സ്ഥാനത്തെത്താൻ കാത്തു നിൽക്കുകയാണ്. പക്ഷേ എത്രയും വേഗം ഈ കാത്തുനിൽപ്പ് അവരുടെ സുരക്ഷയെ സംബന്ധിച്ച് ആശങ്കയുയർത്തുന്നതാണ്. എത്ര നേരം കാത്തു നിന്നാൽ ആവണം കുറേയധികം ആളുകൾക്ക് ഇപ്പുറത്തേക്ക് എത്താൻ എന്നുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ആളുകളെ വനത്തിൽ അവിടെ നിന്നും കെട്ടണം, അവർ താഴേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം, പതിയെ അവരെ പുരത്ത് ഇക്കരയിൽ എത്തിക്കണം. എങ്ങനെ പോയാലും ഒരാൾക്ക് ഒരു 10 മിനിറ്റിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. 100 പേരെ ഇതിനോടകം രക്ഷിച്ച് അക്കരയിൽ എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കാത്തത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇവിടെ സാങ്കേതികമായി വലിയ പരിമിതിയുണ്ട്. 2, കനത്ത മൂടൽമഞ്ഞ്. അത് വാക്കുകളിൽ പറഞ്ഞ് നമുക്ക് ഫലിപ്പിക്കാൻ സാധിക്കില്ല. അത്രയധികം മൂടൽമഞ്ഞ് ഈ ഭാഗത്തുണ്ട്. അതിനാൽ ആ ദൃശ്യങ്ങൾ പോലും കാണാൻ കഴിയില്ല. ഉം കാത്ത് നിൽക്കുകയാണ് സ്കെയിൻ. ജീവനും കയ്യിൽ പിടിച്ച് മുണ്ടക്കയിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ 100 ആളുകൾ, അതായത് സൈന്യം രക്ഷിച്ചു കൊണ്ടുവന്ന 100 ആളുകൾ അക്കരയിൽ നിൽക്കുന്നു. ജീവൻ കയ്യിൽ പിടിച്ചു നിൽക്കുന്നു. ഇക്കരയിൽ എങ്ങനെങ്കിലും കാത്തു നിൽക്കുന്നു. അവർക്ക് കാത്തിരിക്കുകയാണ്. ഇങ്ങേക്കരയിൽ അവരുടെ ഉറ്റവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അടക്കമുള്ളവർ അവർ സുരക്ഷിതമായി എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ പോംവഴിയുള്ളൂ. ആളുകളൊക്കെ തന്നെ ഭയവിഹുലരാണ്. കാരണം ഈ നദി, ഇപ്പോൾ ഒഴുകുന്ന നദിയിൽ മുൻപൊരു നീരുറവ മാത്രമായിരുന്നു. ഇപ്പോൾ അത് നദിയായ രൂപം പ്രാപിച്ച് ഭീമാകാരമായി ഒഴുകുകയാണ്. ആ നദിയിൽ വെള്ളം ഉയർന്നു വരികയാണ്. ഒരുപക്ഷെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായേക്കാം എന്ന ഭയമുണ്ട്. ഉരുൾ വീണ്ടും പൊട്ടിയേക്കാം എന്ന ഭയമുണ്ട്. അതിനാൽ തന്നെയാണ് നിലവിലിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പോലും, ഈ തെരുവിൽ പോലും കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടി വെള്ളം ഇടിച്ചു കയറിയതാണ്. ഈ തെരുവ് ഒന്നാകെ തന്നെ എടുത്തുകൊണ്ടുപോയതാണ്. കടകളൊക്കെ തന്നെ പൂർണ്ണമായും മണ്ണ് കയറി മൂടപ്പെട്ട അവസ്ഥയിലാണ്. അങ്ങനെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ജീവന് ഭീഷണിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ രക്ഷാദൌത്യത്തിന് നിൽക്കുന്നവരുടേത്, വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്നവരുടേത്, അവരെ സഹായിക്കാൻ വന്ന, ഭക്ഷണവുമായി എത്തിയ സാധാരണക്കാരായ ആളുകളുടേത്, അങ്ങനെ നിരവധി ആളുകൾ ജീവൻ പണയം വെച്ച് നിന്ന് നടത്തുന്ന രക്ഷാദൌത്യമാണ് ഇത്. ഒരാളെ ജീവനോടെ ഈ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിന്റെ ചാരിതാർത്ഥ്യം നമുക്ക് പലരിലും കാണാം. പരിക്കേറ്റവര് ധാരാളം ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. അവരെ എത്തിക്കുക, അവർക്ക് മതിയായ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യുന്നത്. ഈ മണ്ണിനടിയിൽ കുടുങ്ങിയവരും കോൺക്രീറ്റിനടിയിൽ കുടുങ്ങിയവരും ഒക്കെ ഒരുപക്ഷെ ധാരാളം ഉണ്ടാകാം. ആ മുണ്ടക്കൈ മേഖലയിലൊക്കെ തന്നെ ഈ സൈന്യത്തിന്റെ പരിശോധന മുന്നോട്ട് പോകുമ്പോഴേ അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകൂ. സൈന്യം അവരുടെ പരമാവധി ചെയ്യുന്നുണ്ട്, നാട്ടുകാർ അതിനുള്ള സഹായം നൽകുന്നുണ്ട്. പക്ഷേ അവരെ കരയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ദുഷ്കരമായി തുടരുന്ന ദൗത്യം. പാലം നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല, അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ NDRF കയറിൽ എത്തിക്കുക, ആ നടപടി മാത്രമാണ് ഇപ്പോഴുള്ളത്. ഒരുപക്ഷെ ഡിഗ്ഗി ബോട്ട് ഇറക്കി, ഈ ഒഴുക്ക് കുറഞ്ഞ ഭാഗത്ത് ഡിഗ്ഗി ബോട്ട് കൂടി ഇറക്കി കുറെ അധികം ആളുകളെ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ഡിഗ്ഗി ബോട്ട് ഇറക്കുക ആത്മഹത്യാപരമാണ്. കാരണം കുത്തൊഴുക്കാണ് ഈ ഭാഗത്തുള്ളത്.